മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുമാണ്. നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഇതിൻ്റെ ഒരു പാർട്ട് 1 സെഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. അപ്പം ആ രണ്ട് ടോപ്പിക്സ് ആയിരുന്നു നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ, അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ടോപ്പിക്കുകളും അതിൻ്റെ ബാക്കിയുള്ള റിലേറ്റഡ് ഫാക്റ്റുകളുമായിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി മിറേഴ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ലൈറ്റ് സൗണ്ടിൻ്റെ ഒക്കെ ടോപ്പിക്കിനകത്ത് മിറേഴ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ലെൻസിനെ കുറിച്ചാണ് കേട്ടോ പഠിക്കുന്നത്, ലെൻസുകളെ കുറിച്ചാണ്. അപ്പം നമുക്ക് നോക്കാം. ഗോളോപരിതലങ്ങളുടെ ഒരു സുതാര്യ മാധ്യമമാണ് എന്തെന്ന് പറഞ്ഞാൽ ലെൻസ് കേട്ടോ. അപ്പം ഗോളോപരിതലങ്ങളുടെ ഒരു സുതാര്യ മാധ്യമമാണ് എന്തെന്ന് പറഞ്ഞാൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ഒരു ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള ദൂരം, ഇടയ്ക്കുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ദൂരമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇംഗ്ലീഷിൽ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും അല്ലേ. ഫോക്കൽ ലെങ്ത് എന്ന് നമ്മൾ പറയും. ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സ്മോൾ എഫിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ്? ഒരു ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള ആ ഒരു അകലത്തിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെയൊക്കെ ഡെഫിനീഷൻസ് ഉറപ്പായിട്ടും നോക്കി പോണേ. അതുപോലെ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ? എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ എന്താണ് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത കണ്ണിൻ്റെ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്തത്, ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. എന്താണ്? 25 സെൻറ്റിമീറ്റർ ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? നിയർ പോയിന്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. നിയർ പോയിന്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നിയർ പോയിന്റും ഫാർ പോയിന്റും. നിയർ പോയിന്റ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. കുറഞ്ഞ ദൂരം എത്രയാണ്? കുറഞ്ഞ ദൂരം, അത് ഒരു വസ്തുവിനെ ഒരു കുഴപ്പവുമില്ലാതെ കണ്ണിന് കാണാൻ പറ്റുന്ന ഏറ്റവും ഒരു മിനിമം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ. ഇതാണെന്ന് പറഞ്ഞാൽ നിയർ പോയിന്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. നിയർ പോയിന്റ്. മറ്റേതെന്ന് പറയുമ്പോൾ എന്താ? ഫാർ പോയിന്റ്. ഫാർ പോയിന്റ് എത്രയാണ്? ആരോഗ്യമുള്ള കണ്ണുകളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ് കേട്ടോ. എന്താണ്? ഇൻഫിനിറ്റി ആണ് വരുന്നത് കേട്ടോ. ഇതിവിടെ അറിഞ്ഞിരിക്കുക. അപ്പം കുറഞ്ഞ ദൂരമാണ് നമ്മൾ എത്ര കണ്ടത്? 25 സെൻറ്റിമീറ്റർ കണ്ടത്. അതുപോലെ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കാത്ത വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ്, ആ ഒരു കഴിവ്, അതായത് എന്താണ്, നമുക്ക് ആ ഒരു ഇമേജ് കിട്ടുന്ന രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ്? പവർ ഓഫ് അക്കോമഡേഷൻ. അതുപോലെ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ആണെന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ്. അതായത് മധ്യഭാഗത്ത് എന്താണ്? കനം കൂടുതൽ. അതായത് ഈ മധ്യഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയാണ്. സെന്ററിൽ എന്തായിരിക്കും? തിക്കായിരിക്കും. അതുപോലെ എന്താണ്? ഈ ഒരു അറ്റത്ത് എന്തായിരിക്കും? തിന്നായിരിക്കും. അങ്ങനത്തെ ലെൻസുകളെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. കോൺവെക്സ് ലെൻസ്. ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ പടം കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഈ ഒരു മധ്യഭാഗത്ത് എന്താണ്? കട്ടി കൂടുതലും, ഈ ഒരു രണ്ട് അറ്റഭാഗത്ത് എങ്ങനെയാണ്? കട്ടി കുറവുമായിരിക്കും. അങ്ങനത്തെ ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുന്നു. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നു. ഉത്തല ലെൻസ് അല്ലെങ്കിൽ എന്തെന്നറിയാം? കൺവേർജിങ് ലെൻസ് എന്ന് അറിയപ്പെടാറുണ്ട്. എന്നാണ്? കൺവേർജിങ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം എന്താണ്? അതിലൂടെ പോകുന്ന പ്രകാശരശ്മികളെല്ലാം അടുപ്പിക്കുകയാണ്, കൂട്ടിമുട്ടിപ്പിക്കുകയാണ്, കൺവേർജ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഉത്തല ലെൻസ് അഥവാ കൺവേർജിങ് ലെൻസ് എന്ന് അറിയപ്പെടുന്നത്. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനത്തെ ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതെന്താണ്? യഥാർത്ഥവും തല കീഴായതുമായിരിക്കും. യഥാർത്ഥ ഇമേജുകളായിരിക്കും, അതുപോലെ തല കീഴായിട്ടുള്ള, അതാണ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ. അപ്പം യഥാർത്ഥവും അതുപോലെ തല കീഴായിട്ടുള്ള ഇമേജസ് ആയിരിക്കും നമുക്ക് ഏത് ലെൻസിൽ കിട്ടുന്നത്? കോൺവെക്സ് ലെൻസിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഉത്തല ലെൻസിൽ കിട്ടുന്നത്. മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസ് ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് കോൺകേവ് ലെൻസ്. ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഷേപ്പ്. കോൺകേവ് ഉണ്ടോ? ഇവിടെ ഈ ഒരു മധ്യഭാഗത്ത് കണ്ടു, ഇവിടെ എന്താണ്? സ്പേസ് കുറവാണ്, പക്ഷെ ഇവിടെ എന്താണ്? കൂടുതലാണ്. അതാണ് മധ്യത്തിൽ കനം കുറഞ്ഞത്. മധ്യത്തിൽ കനം കുറവും അതുപോലെ വക്കുകൾക്ക് എന്താണ്? കനം കൂടിയതുമായിട്ടുള്ള ലെൻസ് ആണെന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് നോക്കുക.
കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു, അകത്തി വിടുന്നു. ഒരുമിപ്പിക്കുകയല്ല ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? അകത്തി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കുന്നു? അവതല ലെൻസ് എന്നറിയപ്പെടുന്നു. അവതല ലെൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നു. അപ്പം കൺവേർജിങ് ലെൻസ്, ഉത്തല ലെൻസും അതുപോലെ അവതല ലെൻസും എന്താണ്? കൺവേർജിങ് ആൻഡ് എന്താണ്? ഡൈവേർജിങ് ലെൻസ്. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനത്തെ ആയിരിക്കും? മിഥ്യയും അതുപോലെ എന്തായിരിക്കും? നിവർന്നതുമായിരിക്കും. അതായത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. മിഥ്യയായിരിക്കും, അതുപോലെ എന്തായിരിക്കും? നിവർന്ന്. അതുപോലത്തെ രണ്ടാമതാണ് അവിടെ, അതായത് കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന ഇമേജസുകളുടെ ആ ഒരു ഇമേജസിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. എന്തായിരിക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെ നമ്മൾക്ക് എന്താണ്? കണ്ണിന് പല കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ പരിഹരിക്കുന്നത് ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഓരോരോ ന്യൂനതകളും അവയ്ക്ക് പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയാണ്. ഹൈപ്പർ മെട്രോപ്പിയ എന്ന അവസ്ഥ പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, എക്സാമിന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഹൈപ്പർ മെട്രോപ്പിയ എന്ന അവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അടുത്തത് മയോപ്പിയ. എന്താണ്? മയോപ്പിയ എന്ന അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ് ആണ്. അതുപോലെ പ്രസ് ബയോപ്പിയ. എന്താണ്? പ്രസ് ബയോപ്പിയ. ഏത് ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതും കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. എന്ത് ലെൻസാണ്? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള, അതായത് മയോപ്പിയ ആ ഒരു രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഉള്ള ഒരാൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈ കോൺവെക്സ് ലെൻസ് ആണ്. അത് രണ്ട് കണ്ടീഷനും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈ കോൺവെക്സ് ലെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. മനുഷ്യ നേത്രത്തിന്റെ പവർ എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ ആ ഒരു ഐയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡയോപ്റ്റർ ആണ്. എന്താണ്? 60 ഡയോപ്റ്റർ ആണ് മനുഷ്യ നേത്രത്തിന്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. 60 ഡയോപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു എന്താണ്? ശബ്ദവും അതുപോലെ പ്രകാശവും എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ബാക്കി ഉണ്ടായിരുന്നായിരുന്നു ലെൻസിൻ്റെത്. ഇതിൻ്റെ ബാക്കിയുള്ളത് ആദ്യത്തെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള തുടർഭാഗമാണിത്. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്കാണെന്ന് പറഞ്ഞാൽ താപവും ഊഷ്മാവും. ഓക്കെ, താപവും ഊഷ്മാവും എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ ആദ്യം എന്താ നോക്കാൻ പോകുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരവുമാണ് നമ്മൾ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ റിലേറ്റഡ് ഉള്ള കുറച്ച് ഫാക്റ്റുകൾ കൂടെ നമ്മൾ പറഞ്ഞു പോകും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓക്കെ, താഴെ പറയുന്നവയിൽ ഊഷ്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ടെമ്പറേച്ചർ ആണ് കേട്ടോ. ഊഷ്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ അല്ലാത്തത് ആണ് അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് അന്ന് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പം എന്താണ്? താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സെൽഷ്യസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം എന്താണ്? ഊഷ്മാവിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ഫാരൻഹീറ്റും എന്താണ്? ഊഷ്മാവിൻ്റെ ഒരു എന്താണ്? യൂണിറ്റ് തന്നെയാണ്. ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് നമ്മൾ പറയും. പിന്നെ അടുത്ത എന്താണ്? കെൽവിൻ സ്കെയിലും എന്താണ്? ഉറപ്പായിട്ടും ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ്. ഇത് മൂന്നുമാണ് നമ്മൾ പഠിക്കുന്ന ഊഷ്മാവിൻ്റെ 3 യൂണിറ്റുകൾ. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. അല്ലാത്തത് ഏതാണ്? പാസ്കലാണ്. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പാസ്കലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താ ചോദിച്ചിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ 3 എയും ബിയും സിയും, അതായത് സെൽഷ്യസും ഫാരൻഹീറ്റും കെൽവിനും എന്താണ്? ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ്. അത് അല്ലാത്ത ഏതാണ്? പാസ്കലാണ് കേട്ടോ. ഏതാണ്? പാസ്കലാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ട ഉത്തരം പാസ്കലാണ്. അടുത്തത് എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ഓക്കെ, എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? അതായത് 0 കെൽവിൻ എന്നറിയപ്പെടുന്ന എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഏതാണ്? -273 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ നമുക്ക് ചിലതിനകത്ത് നമുക്കിങ്ങനെ -273.15 എന്നും കാണാറുണ്ട് കേട്ടോ. അപ്പം
273 അല്ലെങ്കിൽ -273 ഇല്ലെങ്കിൽ -273.15 രണ്ടും എന്താണ് കറക്റ്റാണ്. ഏതാണ് കറക്റ്റായിട്ട് ചോദിക്കുന്നത് എന്ന് നോക്കുക കേട്ടോ. ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ. -273.15 ആണ് ഏറ്റവും കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ഓക്കെ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന എന്താണ് താപം, അതായത് ഹീറ്റ് എന്താണ് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനകത്ത്? ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി വികിരണം, ഓപ്ഷൻ ഡി ഏതാണ്? ഓപ്ഷൻ ഡി സുചാലകം. ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി സംവഹനമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സംവഹനമാണ് ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി സംവഹനമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പം ചുവടെ നൽകിയിരിക്കുന്ന താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി ബാഷ്പീകരണം, ഓപ്ഷൻ ഡി വികിരണം. അപ്പം ഇതിനകത്ത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബാഷ്പീകരണമാണ് കേട്ടോ. ബാഷ്പീകരണമാണ്. അടുത്തത് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? ഇതിനകത്ത് താപം പ്രേഷണപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി വികിരണം. ഓക്കെ, ഇതിന് ഇത്ര 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി വിസരണമാണ് കേട്ടോ. ഓപ്ഷൻ സി വിസരണമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കണ്ട് നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് നോക്കാവേ. ഓക്കെ, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണെന്ന് പറഞ്ഞാൽ താപം എന്ന് പറഞ്ഞാൽ, താപം അല്ലെങ്കിൽ നമ്മൾ പറയും ഹീറ്റ് കേട്ടോ. താപം അല്ലെങ്കിൽ ഹീറ്റ്. ഓക്കെ, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ്. അതായത് അതിനകത്തുള്ള പാർട്ടി, അതായത് ഒരു ബോഡിയിലുള്ള പാർട്ടിക്കിൾസിന്റെ ഇന്റേണൽ എനർജി, അതാണെന്ന് പറഞ്ഞാൽ ആകെ ഗതികോർജത്തിന്റെ അളവാണ്. അതായത് അതിനകത്തുള്ള ഒരു എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ എനർജിയുടെ അളവാണെന്ന് പറഞ്ഞാൽ താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. താപോർജ്ജത്തെക്കുറിച്ചുള്ള ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണെന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് കേട്ടോ. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. നമ്മൾ ജൂൾ എന്നൊക്കെയാണ് അല്ലേ പലതിൻ്റെയും യൂണിറ്റ്. ഹീറ്റിൻ്റെ യൂണിറ്റ് തന്നെ എന്താണ്? ജൂൾ എന്ന് തന്നെയാണ് കേട്ടോ. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അപ്പം താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, അല്ലെങ്കിൽ ജൂൾ എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ ഭയങ്കര താഴ്ന്ന, അതായത് ലോ ടെമ്പറേച്ചറിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞാൽ ക്രയോജെനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രയോജെനിക്സ്. അപ്പം എന്താണ്? വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞാൽ ക്രയോജെനിക്സ് എന്ന് പറഞ്ഞാൽ ലോവർ ടെമ്പറേച്ചറിനെ കുറിച്ചുള്ളത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ ശരാശരിയാണ് താപനില. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അളവ് നമുക്ക് അതിനെ അളക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു എന്താണ്? ചൂടാണോ തണുപ്പാണോ, എത്രമാത്രം ചൂടാണ് എത്രമാത്രം തണുപ്പാണ്, അത് അളക്കുന്ന അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അളക്കാൻ പറ്റുന്നു. അങ്ങനെ അളക്കുന്ന അതിൻ്റെ ഒരു ആ ഒരു ശരാശരി അതിൻ്റെ ഒരു അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ SI യൂണിറ്റ്, താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. മറ്റ് യൂണിറ്റുകളാണെന്ന് പറഞ്ഞാൽ സെൽഷ്യസ് സ്കെയിൽ അല്ലെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ അല്ലേ. നമ്മൾ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്കെ, നമുക്ക് എന്താണ് ഡിഗ്രി സെൽഷ്യസ് അതുകൊണ്ട്, അതുപോലെ എന്താണ് നമ്മൾ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലാണ് കേട്ടോ. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലല്ല, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലാണ്. അത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിലാണ് കേട്ടോ. എവിടെയാണ്? ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ്. അല്ലെങ്കിൽ പനിയൊക്കെ നോക്കാനായിട്ട് ആശുപത്രികളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോമീറ്ററുകളാണ് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന
താപനിലയുടെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റ് സ്കെയിൽ കേട്ടോ, ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അതുപോലെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്താണ്? തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ എവിടെ നമ്മൾ പനിയൊക്കെ വരാൻ നേരത്ത് നമ്മൾ എന്താണ് ആശുപത്രികളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു തെർമോമീറ്ററിൻ്റെ സ്കെയിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ്. ഓക്കെ, ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെങ്കിൽ തെർമോമീറ്ററുകളിൽ ദ്രാവകമായി ഉപയോഗിക്കുന്ന ആ ഒരു സാധനം എന്താണ്? മെർക്കുറിയാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ, ഓക്കെ, നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണെന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്തുണ്ട്? കെൽവിൻ സ്കെയിലുണ്ട്, സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, 3 സ്കെയിലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നെഗറ്റീവ് താപനില അടയാളപ്പെടുത്താത്ത സ്കെയിലാണെന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ്, ഓക്കെ, നമ്മൾ ഈ എന്താണ് കാലാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ ഇന്ന് കൊല്ലത്ത് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്താണ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് ഏത് സ്കെയിലാണ്? സെൽഷ്യസ് സ്കെയിലാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സ്കെയിലുകളുണ്ട്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുകളുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, ഡിഗ്രി കെൽവിൻ സ്കെയിലുണ്ട്. ഓക്കെ, ഇത് സെൽഷ്യസ് സ്കെയിൽ നമ്മൾ ഇതുപോലെ ഈ എന്താണ് കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെൽഷ്യസ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാരൻഹീറ്റ് സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ്, അത് പനിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പനിയുടെയൊക്കെ നമ്മൾ പറയത്തില്ലേ 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. കാരണം 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ട ഒരു ടെമ്പറേച്ചറാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ 100 ഡിഗ്രി പനിയൊക്കെ വരുമ്പോൾ നമ്മൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കെൽവിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പല എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള പർപ്പസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അതിന് മറ്റു പല യൂസസും ഉണ്ട്. അടുത്തത് താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു താപോർജ്ജത്തിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്നാണ്? ജൂളാണ്. താപോർജ്ജത്തിൻ്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാനുണ്ട്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ആണ് കേട്ടോ. ഇവിടെ എക്സ്ട്രാ വന്നാണ് 4.2 ജൂളാണ് കേട്ടോ. 4.2 ജൂൾ. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ആണ് കേട്ടോ. ഇത്രയേ ഉള്ളേ, ബാക്കിയില്ല. 4.2 ജൂളാണ് കേട്ടോ ഒരു കലോറി എന്ന് പറഞ്ഞാൽ. ശരീര താപനില അളക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു ശരീര താപനില അളക്കുന്ന ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. അവിടെ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണ്? ഫാരൻഹീറ്റ് സ്കെയിലാണ് കേട്ടോ. ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഫാരൻഹീറ്റ് സ്കെയിലാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അപ്പം ക്ലിനിക്കൽ തെർമോമീറ്റർ പനിയൊക്കെ അളക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ഓക്കെ, തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ഫാരൻഹീറ്റ് സ്കെയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. താപം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ചോദ്യം ഏതാണ്? ഈ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ചോദിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്, അത് അതിലോട്ട് നമ്മൾ വരികയാണ്. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനില എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 എന്നറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ -273 എന്ന് കാണും, ഇല്ലെങ്കിൽ -273.15 എന്ന് കാണും. ഏറ്റവും ബെസ്റ്റ് -273.15 ആണ് കറക്റ്റ്, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്. അതിനോട് അടുത്ത് നിൽക്കുന്ന -273 വന്നാലും കറക്റ്റാണ് കേട്ടോ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് ഏതാണ്? അബ്സല്യൂട്ട് 0 ആണ്. ഓക്കെ, ഇവിടെ ഒന്നും അതായത് അതിനകത്തുള്ള അല്ലെങ്കിൽ ഒരു വസ്തുവിലുള്ള അതിനകത്തുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു ടെമ്പറേച്ചറാണ് അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ. അടുത്തത് സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണെന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റിൽ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഐസിൽ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് അതായത് 273 കെൽവിൻ ആണ് വരുന്നത്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 273 കെൽവിൻ ആണ് വരുന്നത് കേട്ടോ. കാണുക, അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. അടുത്തത് സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഖരാങ്കം അല്ലെങ്കിൽ
ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റമാണെന്ന് പറഞ്ഞാൽ അവസ്ഥാ പരിവർത്തനം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് താപം പുറത്തേക്ക് കൊടുക്കുകയോ ഇല്ലെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കുകയോ ചെയ്യുന്നത് വഴി അതിലുണ്ടാകുന്ന ഒരു മാറ്റം, അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ അവസ്ഥാ പരിവർത്തനം എന്ന് പറഞ്ഞാൽ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? പൈറോമീറ്റർ. ഓക്കെ, പൈറോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കുക, പൈറോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹൈ ടെമ്പറേച്ചർ. പൈറോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആണ് കേട്ടോ. പൈറോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ടെമ്പറേച്ചർ ആണേ. പൈറോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പം എന്താണ്? ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് പറഞ്ഞാൽ ക്രയോമീറ്റർ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു. ക്രയോജനിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? താഴ്ന്ന താപനില അതിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞാൽ ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ക്രയോമീറ്റർ. അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ. വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ് എന്താണ്? ഊഷ്മാവ്. അതിനെ ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിന്റെ ക്വാണ്ടിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റുന്നു. ചൂടാണ്, എത്രമാത്രം ചൂടാണ്, അല്ലെങ്കിൽ എത്ര അളവിൽ ചൂടാണ്, എത്ര അളവിൽ തണുപ്പാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. അതാണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരു വസ്തുവിൽ ഇവിടെ ആ ഒരു കെൽവിൻ സ്കെയില്, സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, അതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. എനിക്ക് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 273 കെൽവിനാണ്. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? വെള്ളം ഫ്രീസായി ഐസായി മാറുന്നത്. അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫാരൻഹീറ്റിൻ്റെ എത്രയാണ് വരുന്നത്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. അബ്സല്യൂട്ട് 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 കെൽവിനാണ് വരുന്നത്. അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള സെൽഷ്യസ് എത്രയാണ്? -273 ഓർ എങ്ങനെ നമുക്ക് എഴുതാം? -273.15. അങ്ങനെയും കറക്റ്റ് ആണ് കേട്ടോ. അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് എത്രയാണ്? -459 ആണ് കേട്ടോ. -459 ആണ്. അബ്സല്യൂട്ട് 0യ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് എത്രയാണ്? -459 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. പിന്നെ വെള്ളം, വെള്ളം നീരാവി ആകുന്ന ആ ഒരു ഇത്, അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന ഒരു ടെമ്പറേച്ചർ എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിൽ 100 ഡിഗ്രിയാണ്. അതിനോട് ഇതിൻ്റെ കെൽവിൻ സ്കെയിലിൽ വരുമ്പോൾ എത്രയാണ്? 373 വരുന്നു. അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലിൽ വരുമ്പോഴത്തേക്ക് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് വരുന്നു. ഓക്കെ, അപ്പം ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി അളവ് ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. നമ്മൾ കണ്ടായിരുന്നു. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിന്, ഫാരൻഹീറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം, അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ താപധാരിത എന്ന് പറഞ്ഞാൽ കേട്ടോ. താപധാരിത, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില നമുക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള താപം, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ആ ഒരു ചൂട് അല്ലെങ്കിൽ താപത്തിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ താപധാരിത എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഷ്യസ് സ്കെയിൽ തന്നിട്ടുണ്ട്, അതിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് സെൽഷ്യസ് സ്കെയില് കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കേട്ടോ. അപ്പോൾ എന്താണ്? സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇവിടെ ഈക്വൽ ടു ആണ്. ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മൾ ആ പടം ഓൾറെഡി കണ്ടായിരുന്നല്ലോ. 32 ഡിഗ്രി ഫാരൻഹീറ്റ് അതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? 273 കെൽവിനോട് ഈക്വലാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 212 ഫാരൻഹീറ്റിനോട് ഈക്വലാണ്. അത് 373 കെൽവിനാണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു പടം ഇവിടെ കണ്ടില്ലേ? ഈ പടം പഠിച്ചാൽ മതി. ഈ പടം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഈ പടം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ പടത്തിനകത്തെ അതായത് ആ ഒരു വാല്യൂസ് കാണാതെ പഠിക്കുക കേട്ടോ. വാല്യൂസ് കാണാതെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 40 ആണ് കേട്ടോ. അതായത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും അത് വാല്യൂ എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. അത് എത്രയാണ്? 40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 574.25 ആണ്. അപ്പം ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും സെയിം അളവ് കാണിക്കുന്ന ഊഷ്മാവ് 574. ഇവിടെ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ആണെങ്കിൽ 40. സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. ഓക്കെ, അപ്പം എന്തിനാണുള്ളത്? സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റിലും ഉണ്ട്. ഓക്കെ, സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റിലും ഉണ്ട്. അതെത്രയാണ്? 40 ആണ്.
ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിനിലും ഉണ്ട്. ഓക്കെ, ഫാരൻഹീറ്റ് സ്കെയിലിലും ഉണ്ട്, അതുപോലെ കെൽവിനിലും ഉണ്ട്. അത് എത്രയാണ്? 574.25 പക്ഷേ എന്തിലില്ല? സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവില്ല. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് CF40 ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് FK 574.25 അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് ട്രിക്ക് വഴി അറിഞ്ഞിരിക്കുക. പിന്നെ താപപ്രസരണം നടക്കുന്ന 3 രീതികൾ. ഓക്കെ, താപം എന്താണ് പ്രസരിക്കുന്ന 3 രീതികൾ. ഓക്കെ, എന്തൊക്കെയാണ്? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ, സംവഹനം കൺവെക്ഷൻ, വികിരണം എന്താണ്? റേഡിയേഷൻ. അപ്പം 3 എണ്ണമാണുള്ളത്. എന്തൊക്കെയാണ്? ചാലനം, സംവഹനം എന്താണ്? സംവഹനം, അതുപോലെ വികിരണം, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞാൽ ചാലനം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ താപം എന്താണ്? ഈ ഒരു മീഡിയം വേണം, ഒരു സോളിഡ് പോലെയുള്ള, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം അടുക്കളയിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് ആ ഒരു ചൂട്, അല്ലെങ്കിൽ ഗ്യാസ് കത്തിക്കുമ്പോൾ ആ ഒരു ചൂട് എന്ത് ചെയ്യുന്നു? പാത്രത്തിലേക്ക് കയറുന്നു. അതായത് എന്താ സംഭവിക്കുന്നത്? ആ പാത്രത്തിലുള്ള പാർട്ടിക്കിൾസിലൊക്കെ എന്ത് ചെയ്യുന്നു? ചൂട് ഒരെണ്ണത്തിൽ വരുന്നു, അത് വൈബ്രേറ്റ് ചെയ്യുന്നു, അടുത്തതിലോട്ട് ആ ചൂട് പോകുന്നു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു ചൂട് അല്ലെങ്കിൽ ആ ഒരു താപം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. അതാണ് ചാലനം എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന താപപ്രസരണം സംവഹനമാണ് കേട്ടോ. ഇത് കയറിപ്പോയതാണ്, ഇവിടെ നിന്നിട്ട് അടുത്തതാണ്. തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന താപപ്രസരണമാണെന്ന് പറഞ്ഞാൽ സംവഹനം. ഓക്കെ, ഇതിൻ്റെ ഉത്തരമാണ് സംവഹനം. ഇനി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞാൽ സംവഹനം. ഓക്കെ, ഇത് അടുത്തത്. ഓക്കെ, അപ്പം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞാൽ സംവഹനം എന്ന് പറഞ്ഞാൽ. അടുത്തത് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം എന്താണ്? സംവഹനം. നമ്മൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നൊക്കെ പറയത്തില്ല, അതിനാണ് എക്സാമ്പിളാണ് കേട്ടോ അത്. കൺവെക്ഷൻ, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. ഓക്കെ, സംവഹനം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയതാണ്, ഓർത്തു വെക്കുക. തന്മാത്രകളുടെ ചലനം മൂലം ഉണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനം എന്ന് പറഞ്ഞാൽ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം എന്താണ്? സംവഹനം. ഓക്കെ, അടുത്തത് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്ന പ്രക്രിയ എന്താണ്? വികിരണം. ഓക്കെ, അടുത്തത് കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എന്തിലൂടെയാണ്? വികിരണം മൂലമാണ്, റേഡിയേഷൻ. എന്താണ് വികിരണം എന്ന് പറഞ്ഞാൽ? എന്താണ്? റേഡിയേഷൻ ആണ് കേട്ടോ. അടുത്തത് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് സഹായകമാകുന്നത് എന്താണ്? വികിരണമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ഓരോരോ അവസ്ഥകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ഓരോരോ അവസ്ഥകൾ തന്നിട്ട്, അല്ലെങ്കിൽ എക്സാമ്പിളൊക്കെ തന്നിട്ട് ഇതിന് കാരണമായിട്ടുള്ള എന്താണ് അങ്ങനെയും നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, ഒരു മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ താപം പ്രസരിക്കുന്ന രീതി. ഓക്കെ, ഒരു മാധ്യമത്തിൻ്റെ, ഇതാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? വികിരണമാണ് കേട്ടോ. ചോദ്യം റിപ്പീറ്റഡ്ലി കണ്ടിട്ടുണ്ട്, ചോദ്യമാണ് കേട്ടോ. അടുത്തത് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപത്തിൻ്റെ അളവാണെന്ന് പറഞ്ഞാൽ വിശിഷ്ട താപധാരിത. നമ്മൾ താപധാരിത എന്താണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നു. വിശിഷ്ട താപധാരിത. ഓക്കെ, അതിൻ്റെ ഒരു അളവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അടുത്തത് വിശിഷ്ട താപധാരിതയുടെ, വിശിഷ്ട താപധാരിത എന്ന് പറയുമ്പോഴേക്കും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അപ്പം വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കേട്ടോ. ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് കേട്ടോ വരുന്നത്. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂള് ന്യൂമറേറ്ററിലും മുകളിലും, അതുപോലെ കിലോഗ്രാം കെൽവിൻ എന്താണ്? ഡിനോമിനേറ്ററിലുമാണ് വരുന്നത്. അതാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറഞ്ഞത്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? വെള്ളമാണ് കേട്ടോ, ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ് ഏറ്റവും, അതായത് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ്? സ്വർണ്ണമാണ് കേട്ടോ. അപ്പം വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ്? സ്വർണ്ണമാണ്. അടുത്തത് കുറച്ച് പദാർത്ഥങ്ങളിലെയും അതുപോലെ അവരുടെ വിശിഷ്ട താപധാരിതയുടെ കുറച്ച് വാല്യൂസും കൊടുത്തിട്ടുണ്ട്, നോക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടുള്ളത് ജലവും, അതുപോലെ നേരത്തെ എന്തായിരുന്നു നമ്മൾ കണ്ട ജലവും ഹൈഡ്രജനും. ഓക്കെ, ജലവും ഹൈഡ്രജനുമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വാല്യൂസും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കുക. ജലം
ഐസ്, അത് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണെന്ന് പറഞ്ഞാൽ ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവുമാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ അടുത്ത ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? അപ്പം എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് കേട്ടോ. അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസുകളാണ് എന്തെന്ന് പറയുമ്പോഴത്തേക്ക് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കേട്ടോ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസുകളാണ്. അതായത് കൽക്കരി, മണ്ണെണ്ണ, പെട്രോൾ, അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സ്രോതസ്സ്. ഇനി എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ പറയുമ്പോഴത്തേക്ക് എന്താണ്? റിന്യൂവബിൾ എനർജി സ്രോതസ്സുകളാണ് കേട്ടോ. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് എന്തെന്ന് പറയുമ്പോഴത്തേക്ക് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണെന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്, അതിനുള്ള ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കാറ്റ് എന്താണ്? പാരമ്പര്യേതര ഒരു ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പെട്രോള് എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ ഇതിനകത്ത് പെടത്തില്ല. കൽക്കരിയും എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഇതിനകത്ത് പെടത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരങ്ങൾ? കാറ്റും തിരമാലയും. അതായത് 1ഉം 2ഉം ഉള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസുകളാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. അതാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ ഏതാണ് അല്ലെങ്കിൽ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം കാറ്റും തിരമാലയുമാണ്. അത് വരുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോലെ കേട്ടോ. അപ്പം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? കാറ്റ്, തിരമാല, മണ്ണെണ്ണ, സൗരോർജ്ജം. നമുക്കറിയാം ഇവിടെ ഉത്തരം ഏതാ വരുന്നത്? മണ്ണെണ്ണയാണ് കേട്ടോ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? മണ്ണെണ്ണയാണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. അപ്പം ഓഡ് വൺ ഔട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സൗരോർജ്ജം, ഓപ്ഷൻ ബി കാറ്റ്, ഓപ്ഷൻ സി തിരമാല, ഓപ്ഷൻ ഡി കൽക്കരി. സൗരോർജ്ജവും കാറ്റും തിരമാലയും അതെല്ലാം ഒരു കൂട്ടത്തിൽപ്പെടുന്നതും കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? കൽക്കരിയാണ് കേട്ടോ. കൂട്ടത്തിൽപ്പെടാത്തത് കൽക്കരിയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരമ്പര്യ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അടുത്തത് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഓക്കെ, ഇത് വ്യക്തമാകുന്നില്ലെന്ന് തോന്നുന്നു ചോദ്യം, അതുകൊണ്ട് ഞാൻ വായിക്കാം. ഓപ്ഷൻസ് വായിക്കുന്നില്ല, ഉത്തരം മാത്രം വായിക്കാം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ് കേട്ടോ. എന്താണ്? സ്ഥിതികോർജ്ജമാണ്. സ്ഥിതികോർജ്ജം കേട്ടോ. സ്ഥിതികോർജ്ജം സ്ഥിതികോർജ്ജമാണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഇനി വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്തെന്ന് പറഞ്ഞാൽ ഊർജ്ജം എന്ന് പറഞ്ഞാൽ എനർജി. ഓക്കെ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കഴിവാണെന്ന് പറഞ്ഞാൽ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ് കേട്ടോ. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഇനി ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് നമുക്കറിയാം അല്ലേ. SI യൂണിറ്റും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് CGS യൂണിറ്റും ഉണ്ട്, വേറെയും പല യൂണിറ്റുകളുണ്ട്. MKS യൂണിറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്കുണ്ട. നമ്മൾ എപ്പോഴും SI യൂണിറ്റും CGS സിസ്റ്റം ഒക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? എർഗാണ് കേട്ടോ. എന്താണ്? എർഗാണ്. ഓക്കെ,
പിന്നെ 1 വാട്ട് അവർ. ഓക്കെ, 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 3600 ജൂളാണ്. 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര എർഗാണ്? 10⁻⁷ എർഗാണ് കേട്ടോ. അപ്പം 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. 1 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁷ എർഗാണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏത് ശാസ്ത്രജ്ഞനാണ്? തോമസ് യങ് ആണ് കേട്ടോ. അപ്പം ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് യങ് ആണ്. ഓക്കെ, അപ്പം എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ SI യൂണിറ്റ് ആണ് ജൂള്, അതിൻ്റെ CGS യൂണിറ്റ് ആണ് എർഗ്. 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗാണ് കേട്ടോ. അടുത്തത് സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജി. നമ്മളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടായിരുന്നു അല്ലേ? എന്താണ് അതിൻ്റെ പൊസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണെന്ന് പറഞ്ഞാൽ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. ഊർജ്ജ സംരക്ഷണ നിയമം, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്ഥാപിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമായി, ഇത് തന്നെയായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ? ഇത് തന്നെയായിരുന്നു നമ്മൾ നേരത്തെ ചോദ്യം കണ്ടത്. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം എന്താണ്? സ്ഥിതികോർജമാണ്. കാരണം ഇപ്പം എക്സാമ്പിൾ പറയുക, അല്ലെങ്കിൽ തെങ്ങിക്കിടക്കുന്ന തേങ്ങ, അല്ലെങ്കിൽ 2ാം നിലയിൽ ഇരിക്കുന്ന ഒരു ടോയ് കാറ്, അല്ലെങ്കിൽ ടാങ്കിൽ ഇരിക്കുന്ന വെള്ളം, ഡാമിലിരിക്കുന്ന വെള്ളം, അതൊക്കെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളാണ് കേട്ടോ. അതൊക്കെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളാണ്. കാരണം അതിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്തും കൂടുന്നു? ഈ സ്ഥിതികോർജവും കൂടുന്നു. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്തും കൂടുന്നു? സ്ഥിതികോർജവും കൂടുന്നു. പൊട്ടൻഷ്യലാണ്. ഒരു ഹൈറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് നമുക്ക് അതിൻ്റെ സ്ഥാനമാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം പൊട്ടൻഷ്യൽ എനർജി ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നു? വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ജലസംഭരണിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം, ഇത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ എന്താണ്? സ്ഥിതികോർജമാണ് കേട്ടോ. ജലസംഭരണിയിൽ, ഡാമുകളിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം എന്നാണ് സ്ഥിതികോർജം. പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താണ് ആ ഒരു വെള്ളം എന്താണ്? നമ്മളത് തുറക്കുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു? ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. മൂവ് ചെയ്യുന്നത് അല്ലേ? മൂവ് ചെയ്യുന്ന വസ്തുക്കളുള്ളതാണ് കൈനറ്റിക് എനർജി. ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുള്ള എനർജി ആണെന്ന് നല്ല പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ? സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു PE അല്ലെങ്കിൽ PE നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ ക്യാപിറ്റൽ U എന്നും എഴുതാറുണ്ട്. ഈസ് ഈക്വൽ ടു എന്താണ്? mgh ആണ് കേട്ടോ. എന്താണ്? mgh. M എന്ന് പറഞ്ഞാൽ എന്താണ്? പിണ്ഡം, അതല്ലെങ്കിൽ മാസ്. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. H എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഉയരം, അതിൻ്റെ ഉയരം അല്ലേ? താഴത്ത് നിന്ന് അതിൻ്റെ ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ അത് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ദൂരമാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉയരമാണെന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ. അപ്പോൾ U ഈസ് ഈക്വൽ ടു എന്നാണ് mgh ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണെന്ന് പറഞ്ഞാൽ സ്ഥിതികോർജത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഗതികോർജമാണെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. ഒഴുകുന്ന ജലം, നമ്മൾക്ക് എന്താണ്? മൂവ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലും അല്ലെങ്കിൽ ചലിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഉള്ള എനർജിയാണെന്ന് പറഞ്ഞാൽ ഗതികോർജം എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്താണ്? നമ്മൾ ടോയിങ് കൊടുത്ത് മൂവ് ചെയ്യുന്ന ടോയ് കാറ്, ഇല്ലെങ്കിൽ ഓടുന്ന കുഞ്ഞ്, അങ്ങനെ എല്ലാം, ഒഴുകുന്ന വെള്ളം, അതൊക്കെ എന്താണ്? കൈനറ്റിക് എനർജിക്ക് എക്സാമ്പിളാണ് കേട്ടോ. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജ്ജം എന്താണ്? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജിയാണ്. M മാസ് ഉള്ള വസ്തു, ഒരു മാസ് അല്ലെങ്കിൽ അതിൻ്റെ പിണ്ഡം എന്താണ്? M ആണ്. അതിൻ്റെ വസ്തുവിൻ്റെ പ്രവേഗം എത്രയാണ്? V ആണ്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? V ആണ്. അങ്ങനെ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² വരുന്നത്. ഓക്കെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ, ഓക്കെ, അതിൻ്റെ വെലോസിറ്റി കൂട്ടുകയാണെങ്കിൽ, ഇരട്ടിയാക്കുകയാണെങ്കിൽ ഗതികോർജം 4 മടങ്ങ് വർദ്ധിക്കും. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതനുസരിച്ച് ഗതികോർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അപ്പോൾ അത് നോക്കുക. എന്താണ്? പ്രവേഗം 2 ഇരട്ടിയാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗതികോർജം എന്താകും? 4 ഇരട്ടിയാകും. ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ½ mv². M എന്ന് പറയുന്നത് മാസ്, V എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. ഇതതിൻ്റെ റിപ്പറ്റീഷനാണ്.
മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അല്ലെങ്കിൽ ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഇത് അതിൻ്റെ സർഫസ് താഴെയാണ്, ഇതൊരു ഹൈറ്റാണ്. ഓക്കെ, ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഹൈറ്റിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ എന്തായിരിക്കും കൂടുതൽ? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും കേട്ടോ കൂടുതൽ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഉയരത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഏറ്റവും കൂടുതൽ, കൈനറ്റിക് എനർജി ഗതികോർജ്ജം ആയിരിക്കും ഏറ്റവും കുറവ് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും. അതേസമയം ആ വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിലോ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നു, കൈനറ്റിക് എനർജി മാക്സിമം ആകുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഇത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അല്ലേ? ഊർജം എന്താണ്? നമുക്ക് നിർമ്മിക്കാനോ പുതുതായിട്ട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണെന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, എന്നാൽ ഊർജം നഷ്ടം കൂടാതെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമാണ്. അതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി destroyed, it can only be transformed from one form to another. എന്ത് ചെയ്യുന്നില്ല? ഒന്നും നശിച്ചു പോകുന്നില്ല. എക്സാമ്പിൾ, നമ്മളൊരു റൂമിൽ നമ്മൾ ലൈറ്റ് കത്തിക്കുക, നമ്മൾ ബൾബ് ഓൺ ചെയ്യുവാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി അല്ലേ? നമ്മൾ ബൾബ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി അല്ലേ? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു അല്ലേ? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഹീറ്റ് എനർജി, ചെറിയൊരു അളവിൽ ആ ബൾബ് ചൂടാവുന്നുണ്ട് അല്ലേ? ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. അത് നഷ്ടമാകുന്നില്ല, പക്ഷേ എന്താണ്? അത് ഒരു ഫോമിൽ നിന്ന് മറ്റ് 2 ഫോം അല്ലെങ്കിൽ 3 ഫോമിലേക്കൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? എനർജി അവിടെ നഷ്ടമാകുന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റുന്നുള്ളൂ. അതാണെന്ന് പറഞ്ഞാൽ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ. എന്താണ്? ഇന്ധനങ്ങൾ. എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണെന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഖര ഇന്ധനങ്ങൾക്ക്, ഖര അവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ വിറക്, കൽക്കരിയൊക്കെ എന്താണ്? ഖര അവസ്ഥയിലുള്ള ആ ഒരു എന്താണ് ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞാൽ വിറക്, കൽക്കരിയൊക്കെ. അടുത്തത് ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ ഡീസല്, പെട്രോള്, മണ്ണെണ്ണ. ഓക്കെ, ഡീസല്, പെട്രോള്, മണ്ണെണ്ണയൊക്കെ എന്താണ്? ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നുമാണ് കേട്ടോ. ദ്രാവക ഇന്ധനങ്ങൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നുമാണ്. ഇവിടെ നിന്നിട്ട് വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞാൽ LPG, CNG. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ. ഇതൊക്കെ എന്താണ്? വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇന്ധനങ്ങൾ എന്നാണ്. ഖര അവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ വിറക്, കൽക്കരിയൊക്കെ. അതുപോലെ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ ഡീസല്, പെട്രോള്, മണ്ണെണ്ണയൊക്കെ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ LPG, CNG, ഹൈഡ്രജൻ ഒക്കെ കേട്ടോ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവലുകൾ കേട്ടോ. ഏവിയേഷൻ ഫ്യൂവൽ. ഏവിയേഷൻ നമുക്ക് ഫ്യൂവൽസിനെ ഇന്ധനങ്ങളെ നമുക്ക് 2ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. എന്താണ്? ഏവിയേഷൻ ഫ്യൂവലും നോൺ ഏവിയേഷൻ ഫ്യൂവലും. നോൺ ഏവിയേഷൻ ഫ്യൂവൽസിന് എക്സാമ്പിളാണ് പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, കെറസിൻ, അതൊക്കെ എന്ന് പറഞ്ഞാൽ. ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ഉണ്ട്. JP5, ജെറ്റ് A1. ഇതൊക്കെയാണ് നമ്മൾ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ജെറ്റ് A1 കേട്ടോ. വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഏവിയേഷൻ ഫ്യൂവലിൻ്റെ 2 എക്സാമ്പിളാണ് JP5, ജെറ്റ് A1 ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ ഉണ്ട്. ഓക്കെ, ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ജ്വലനം. എന്താണ്? ജ്വലനം. അപ്പം ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ജ്വലനം എന്ന് പറഞ്ഞാൽ. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അതായത് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? കത്തത്തില്ല. അപ്പം ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം എന്താണ്? ഓക്സിജൻ ആണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം എന്താണ്? സൂര്യനാണ് അല്ലേ? ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം എന്താണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
കിട്ടുന്നത്, ഊർജ്ജം കിട്ടുന്നത്. ആ ഊർജ്ജം ഉപയോഗിച്ചാണ് നമ്മുടെ ഇപ്പോൾ എന്താണ് പ്ലാന്റ്സ് ഫുഡ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയൊക്കെ വഴി എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലേ. അടുത്തത്, സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹാൻസ് ബേത്ത് ആണ് കേട്ടോ. ഹാൻസ് ബേത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. പുനഃസ്ഥാപിക്കാൻ കഴിയാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജ്ജം. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അതിൻ്റെ എന്തൊക്കെയാണ്? സൗരോർജ്ജം, ബയോഗ്യാസ്, ജലം, ജൈവപിണ്ഡമൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസസ് ഒക്കെ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ്സ് എന്താണ്? സൗരോർജ്ജമാണ്. പിന്നെ ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് എത്രയാണ്? 90%. ഫോസിൽ ഫ്യൂവൽസ് നമുക്കറിയാം അല്ലേ. ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ പെട്രോൾ, ഡീസൽ അതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ബൾബ് കത്തിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ, ബൾബ് കത്തിക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറുന്നു? ലൈറ്റ് എനർജിയും അവിടെ ലൈറ്റ് എനർജി മാത്രമല്ല ഉണ്ടാകുന്നത്, ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ മിക്സി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? ആ ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറുന്നു? ആ മെഷീൻ വർക്കാകുന്നുണ്ട് അല്ലേ, ഒരു മെഷീൻ പാർട്ട് വർക്കാകുന്നുണ്ട്, മെക്കാനിക്കൽ എനർജി ആകുന്നു. മെക്കാനിക്കൽ എനർജി ഇവിടെ മിക്സി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നുണ്ട്, സൗണ്ട് എനർജി ഉണ്ടാകുന്നുണ്ട്. ഇനി ആ മിക്സി വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ ആ ഒരു പാത്രത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? ചൂട് നമുക്ക് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഹീറ്റ് എനർജിയും ഉണ്ട്. അപ്പം ഒരു മിക്സി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. അപ്പം ഓരോ വസ്തുക്കൾ അല്ലെങ്കിൽ ഓരോ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവിടെയുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെയും അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കാണ് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും. ഓക്കെ, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളുമാണ് അടുത്ത ടോപ്പിക്ക്. നമുക്ക് എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യമേ നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നോക്കാവേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓപ്ഷൻ എ ജൂൾ നിയമം, ഓപ്ഷൻ ബി പാസ്കൽ നിയമം, ഓപ്ഷൻ സി കെപ്ലർ നിയമം, ഓപ്ഷൻ ഡി ന്യൂട്ടൺ നിയമം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം? ഓപ്ഷൻ ബി പാസ്കൽ നിയമം കേട്ടോ. പാസ്കൽ ലോനെ അടിസ്ഥാനമാക്കിയാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് പോലെയുള്ള വസ്തുക്കൾ പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ എ നേർരേഖാ ചലനം, ഓപ്ഷൻ ബി ഭ്രമണ ചലനം, ഓപ്ഷൻ സി വത്തുള്ള ചലനം, ഓപ്ഷൻ ഡി ദോലനം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഭ്രമണ ചലനമാണ് കേട്ടോ. അടുത്തത്, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പം 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ, ഓക്കെ, ഗുരുത്വാകർഷണ ബലത്തിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഇതെന്താണ്? ശരിയാണ്. അടുത്ത രണ്ടാമത്തത്, ഭൂമധ്യരേഖ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഇതെന്താണ്? തെറ്റാണ്, കുറവാണ്. അത് എന്താണ്? കൂടുതലാണെന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ കുറവാണ്. അടുത്തത്, ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഇതും എന്താണ്? ശരിയാണ്. അപ്പം 1ഉം 3ഉമാണ് ശരി അല്ലേ. ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരി. അപ്പം 1ഉം 3ഉം വരുന്ന ഏതാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി. ഓക്കെ, 1ഉം 3ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കണക്ക് ചെയ്യാനായിട്ട് ഇവിടെ 10 m/s² കൊടുത്തിട്ടുള്ളത്. അപ്പം സ്ഥിതികോർജ്ജം, ഓക്കെ, സ്ഥിതികോർജ്ജം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി
അല്ലെ പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു എന്താണ് എം ജി എച്ച് ആണ് അല്ലേ, യു ഈസ് ഈക്വൽ ടു എന്താണ് എം ജി എച്ച് ആണ്. അപ്പം എന്താണ് ഇവിടെ മാസ് തന്നിട്ടുണ്ട്, മാസ് എത്രയാണ് തന്നിരിക്കുന്നത് 0.2 കിലോഗ്രാം. അപ്പം 0.2 ഇൻറ്റു ജി എത്രയാണ് തന്നിട്ടുള്ളത് 10 ഇൻറ്റു ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത് 1 മീറ്റർ. അപ്പം 0.2 ഇൻറ്റു 10 ഇൻറ്റു 1 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് 2 അല്ലേ, 2 ജൂൾ വരും. അപ്പം 2 ജൂളാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്തത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. നമ്മൾ ഹൈഡ്രോളിക് ജാക്കിൻ്റെ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റും എന്താണ്, സെയിം ഇതിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്, ഓപ്ഷൻ സി പാസ്കൽസ് നിയമമാണ് കേട്ടോ, ഓപ്ഷൻ സി പാസ്കൽസ് നിയമമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാവേ. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതിനെ വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബലം അല്ലേ. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ്. അതിൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു പുഷ് അല്ലെങ്കിൽ പുള്ള എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ബലം. ഓക്കെ, അതാണെന്ന് പറഞ്ഞാൽ ബലം എന്ന് പറഞ്ഞാൽ ബലം ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു ത്വരണമാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്, ന്യൂട്ടനാണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്, ന്യൂട്ടനാണ്. 1 ന്യൂട്ടൻ എന്ന് പറയുന്നത് എത്രയാണ്, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്, ഡൈൻ ആണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്, ഡൈൻ ആണ്. എത്രയാണ്, 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു എത്ര ഡൈൻ ആണ്, 10⁵ ഡൈൻ ആണ് കേട്ടോ. 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ്, ബലം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ത്വരണമാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്, ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണ്, 10⁵ ഡൈൻ ആണ് കേട്ടോ. ഈ വാല്യൂസും കാര്യങ്ങളൊക്കെ കാണാതെ അറിഞ്ഞിരിക്കണേ. 1 ന്യൂട്ടൺ ബലം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം, 0.1 കിലോഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം മാസ് ഉള്ള അല്ലെങ്കിൽ പിണ്ഡം. ഓക്കെ, മാസ് എന്ന് പറയുമ്പോൾ പിണ്ഡം. ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം നമ്മൾ എന്ത് ചെയ്യണം, പ്രയോഗിക്കണം. അപ്പം എന്താണ്, 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഗുരുത്വാകർഷണ ബലത്തിന് ഇതായിട്ട് നമ്മൾ താങ്ങി നിർത്താനായിട്ട് നമ്മൾ എത്ര ബലം ഉപയോഗിക്കണം, 1 ന്യൂട്ടൺ ബലം ഉപയോഗിക്കണം. അങ്ങനെയാണ് നമുക്ക് 1 ന്യൂട്ടൺ ബലത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഭാരം W ഈസ് ഈക്വൽ ടു എന്താണ്, mg. W ഈസ് ഈക്വൽ ടു എന്താണ്, mg ആണ് ഇക്വേഷൻ വരുന്നത്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം, വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണെന്ന് പറഞ്ഞാൽ യാന്ത്രിക ബലം, മെക്കാനിക്കൽ ഫോഴ്സ് കേട്ടോ, മെക്കാനിക്കൽ ഫോഴ്സ്, യാന്ത്രിക ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്, ന്യൂക്ലിയർ ബലമാണ് കേട്ടോ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്, ന്യൂക്ലിയർ ബലമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ചലനവുമായി ബന്ധപ്പെട്ട്, ഓക്കെ, ഇത് റെപ്പറ്റീഷൻ വന്നതാണ്. അപ്പോൾ എന്താണ്, ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം എന്ന് പറഞ്ഞാൽ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. പിന്നെ W ഈസ് ഈക്വൽ ടു mg ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം, ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും ശക്തമായ ബലം നമ്മൾ കണ്ടു പ്രകൃതിയിലെ, ഏതായിരുന്നു, ന്യൂക്ലിയർ ബലമായിരുന്നു. അതുപോലെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്, ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ന്യൂക്ലിയർ ഫോഴ്സ്, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ എന്താണ്, സ്കെയില് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ അല്ലെങ്കിൽ പേന അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് സ്കെയില് നമ്മൾ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഉരസിയതിന് ശേഷം പേപ്പർ കഷ്ണങ്ങൾ കുഞ്ഞാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് സ്കെയിലിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പേപ്പർ കഷ്ണങ്ങളൊക്കെ ആ പ്ലാസ്റ്റിക് സ്കെയിലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതിനെ ആ ഒരു ബലത്തിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സ്ഥിത വൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കേട്ടോ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ചാർജ് ചെയ്ത് ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണെന്ന് പറഞ്ഞാൽ സ്ഥിത വൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു വസ്തുവിൽ ചാർജ് കയറി ആ വസ്തു അടുത്ത് വെക്കുമ്പം മറ്റൊരു വസ്തുവിൽ ചാർജ് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. സ്ഥിത
വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പോലത്തെ പാത്രത്തിനകത്ത് നമ്മളിങ്ങനെ രണ്ട് സാധനം ഉണ്ടാകുന്ന ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ചാർജിനുള്ള സാധനം ഇങ്ങനെ അടുത്ത് വെക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ അകന്നു പോകും, അടുത്ത് വരും. അങ്ങനെയാണ് ഇലക്ട്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ അടുത്ത് വെക്കുമ്പം എന്താണ് നെഗറ്റീവ് ചാർജ് അടുത്ത് വെക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, അങ്ങനെ എല്ലായിടത്തും ഈക്വൽ. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ ഒരു പ്രക്രിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു പടമാണ് ഇപ്പുറത്തെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് പ്രകൃതിയിലെ ബലങ്ങൾ. ഓക്കെ, നമുക്ക് പ്രകൃതിയിലെ ബലങ്ങളെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. എന്തൊക്കെയാണ് നമുക്ക് പ്രകൃതിയിലെ ബലങ്ങളെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം? സമ്പർക്ക ബലം, കോണ്ടാക്ട് ഫോഴ്സ്. എന്താണ് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ്? സമ്പർക്കരഹിത ബലം അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ സമ്പർക്ക ബലം കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്ക ബലത്തിന് ഉദാഹരണം, അതായത് കോണ്ടാക്ട് ഫോഴ്സസിന് ഉദാഹരണം എന്തൊക്കെയാണ്? വിസ്കസ് ബലം അല്ലെങ്കിൽ പ്രതല ബലം, അതുപോലെ വലിവ് ബലം. എന്തൊക്കെയാണ്? സർഫസ് ടെൻഷൻ, അതുപോലെ ഇലാസ്റ്റിക് ഫോഴ്സ്. പിന്നെ എന്താണ്? ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഘർഷണ ബലത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി സമ്പർക്കരഹിത ബലം. സമ്പർക്കരഹിത ബലങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, വൈദ്യുത കാന്തിക ബലം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം. അതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സമ്പർക്കരഹിത ബലം. അപ്പം ബലങ്ങൾ രണ്ടെണ്ണമാണുള്ളത്. എന്താണ്? സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും, കോണ്ടാക്ട് ഫോഴ്സസുകളും നോൺ കോണ്ടാക്ട് ഫോഴ്സുകളുടെ ഉദാഹരണങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം. അല്ലെങ്കിൽ പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ശക്തി കുറഞ്ഞ ബലമാണെന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം കേട്ടോ. അടുത്തത് വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണെന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ഇതിൻ്റെ ഡെഫിനേഷൻസ് ഒന്നും വരത്തില്ല എന്ന് വിചാരിച്ച് വെറുതെ വിടരുത്. ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് കുറേ ബലങ്ങളുടെ പേരുകൾ തരാം, ഏതാണെന്ന് ചിലപ്പോൾ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അടുത്തത് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ കേട്ടോ. അതായത് ഒരു വസ്തു എന്താണ് മറ്റൊരു വസ്തുവിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവിടെ ഉണ്ടാകുന്ന ഒരു ഒരസൽ, അതാണെന്ന് പറഞ്ഞാൽ ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് വായിക്കാം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ പ്രേഷിക ചലനങ്ങളെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിന് ഇപ്പം പല ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഫ്രിക്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ട് നീക്കുമ്പോൾ, നമ്മുടെ ഈ ട്രോളി ബാഗ് ഒക്കെ നമ്മൾ നീക്കത്തില്ല, ട്രോളി ബാഗ് ഒക്കെ നീക്കുമ്പോൾ ആ ട്രോളി ബാഗിൻ്റെ അവിടെ ഇങ്ങനെ വീല് പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ റോള് ചെയ്യുക അല്ലേ, നമ്മൾ റോൾ ചെയ്ത് ഉരുട്ടി കൊണ്ടുപോവാണ്. അപ്പം ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം, റോളിംഗ് ഫ്രിക്ഷൻ കേട്ടോ. നമ്മുടെ ഈ ട്രോളി ബാഗൊക്കെ നമ്മൾ എന്തുണ്ട് അടിയിൽ ഒരു വീല് പോലത്തെ സാധനമുണ്ട്, അവിടെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പം അവിടെ എന്താണ് അവിടെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉരുളൽ നമ്മൾ എന്താണ് ഉരുട്ടി നീക്കാണ്, ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് നിരക്കി കൊണ്ടുപോവാണ് കേട്ടോ, നിരക്കി കൊണ്ടുപോവാണ് അല്ലെങ്കിൽ നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ നമ്മൾ എന്ന് വിളിക്കുന്നു സ്ലൈഡിങ് ഫ്രിക്ഷൻ കേട്ടോ. എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പല ഇതിൻ്റെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഘർഷണ ബലം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ എന്താണ് നമ്മൾ വെള്ളം കോരുന്ന കപ്പി ഉണ്ടല്ലോ, വെള്ളം കോരുന്ന കപ്പി കുറേ നാൾ നമ്മൾ ഇങ്ങനെ കോരി വരുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും അത് എടുക്കാനായിട്ടും. അതുപോലെ ഒരു വല്ലാത്ത സൗണ്ട്, കരകരപ്പൻ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗ്രീസ്, അല്ലെങ്കിൽ ഈ എന്താണ് വണ്ടികൾക്കൊക്കെ ഇങ്ങനെ മെഷീൻ പാർട്സിലൊക്കെ ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ഒഴിച്ചു കൊടുക്കും? ലൂബ്രിക്കൻസ്, ഗ്രീസൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എണ്ണ, ഗ്രീസ് ഒക്കെയാണ് സ്നേഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും, ഓക്കെ, പ്രതലത്തിന്റെ മിനുസം സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എന്ത് കൂടുന്നു? ഓക്കെ, സ്മൂത്ത് സർഫസ്. ഓക്കെ, എന്താണ് പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും, പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും എന്താണ് ഘർഷണ ബലം കുറയുന്നു. ഓക്കെ, ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി പ്രതലത്തിന്റെ മിനുസം കുറയും തോറും എന്താണ് ഘർഷണ ബലം കൂടുകയും ചെയ്യുന്നു. അപ്പം ഫ്രിക്ഷൻ എവിടെയായിരിക്കും കുറവ്? സ്മൂത്ത് സർഫസിലായിരിക്കും കേട്ടോ. സ്മൂത്ത് സർഫസിൽ എങ്ങനെയായിരിക്കും ഫ്രിക്ഷൻ? എങ്ങനെയായിരിക്കും സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഘർഷണ ബലം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. നമുക്കപ്പോൾ എന്താണ് തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേസമയം റഫ് സർഫസിൽ എങ്ങനെയായിരിക്കും? ഫ്രിക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? സ്ലിപ്പായി വീഴത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും ഘർഷണബലം കുറയുകയും പ്രതലത്തിന്റെ മിനുസം കുറയും തോറും ഘർഷണബലം കൂടുകയും ചെയ്യുന്നു. പിന്നെ ലൂബ്രിക്കൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ ഖരാവസ്ഥയിലുള്ള സ്നേഹകം. ഓക്കെ, ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹത്തിന്റെ ഉദാഹരണമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുന്ന ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈനിങ്, ഇല്ലെങ്കിൽ എന്താണ് ധാരാരേഖിതമാക്കൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. സ്ട്രീം ലൈനിങ് നമ്മുടെ ഈ പക്ഷികളുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് ബോട്ട് അല്ലെങ്കിൽ എയറോപ്ലെയിൻ ഒക്കെ നമ്മൾ എന്താണ് നമ്മൾ ഓരോ വസ്തുക്കളുടെ രൂപം നമ്മൾ മാറ്റുന്ന ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ധാരാരഹിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ. വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഘർഷണം കൂട്ടുവാൻ. ഇത് ഇവിടെ തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഘർഷണം കൂട്ടാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ഘർഷണം കൂട്ടാനാണോ കുറയ്ക്കാനാണോ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ്? ഘർഷണം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? ഘർഷണം കൂട്ടുവാനാണ്. ഓക്കെ, ഘർഷണം കൂട്ടാനാണ്. ഇവിടം വരെയാണ് കേട്ടോ ഘർഷണം കൂട്ടാൻ. അപ്പം ഘർഷണം കൂട്ടുന്നതിലൂടെ എന്താണ്? അവർ സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാനുള്ള ടെൻഡൻസി ചെയ്യുന്നത്. അവർ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, തട്ടി തടഞ്ഞ് വീഴത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഘർഷണം കൂട്ടുന്നത്. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഘർഷണ ബലവും കൂടുന്നു. ഓക്കെ, വസ്തുവിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് ഘർഷണ ബലവും കൂടുന്നു. അടുത്തത്, യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഘർഷണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കുവാൻ, ഓക്കെ, പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞാൽ മിനുസപ്പെടുത്തൽ. ഓക്കെ, പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കുവാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ റഫ് സർഫസിൽ എന്താണ് ഘർഷണം കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സർഫസുകളിൽ അതൊന്നും എന്താണ് മിനുസപ്പെടുത്താൻ അല്ലെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞാൽ മിനുസപ്പെടുത്തൽ. ഓക്കെ, മിനുസപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ. അടുത്തത്, പാരച്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുന്നത് ഇവയെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണത്തിൻ്റെ ഗുണം കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഫ്രിക്ഷൻ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമുക്ക് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഇനി നമ്മൾ നടക്കത്തില്ല. നമ്മൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്നതിന് കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഘർഷണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. അനാവശ്യമായ തേയ്മാനം, ഇന്ധന പാഴ്ചെലവ് തുടങ്ങിയവ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. അപ്പം എന്താണ്? ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൽ എന്നാണ് കേട്ടോ പറയുന്നത്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് അറിയപ്പെടുന്നത്. ചുമ്മാ പറഞ്ഞു പോയപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. അതായത് എന്താണ്? ഘർഷണ ബലം കൊണ്ട് എന്താണ്? നമുക്ക് ദോഷങ്ങളും ഉണ്ട് ഗുണങ്ങളും ഉണ്ട്. ഇതിനകത്തൊരു ദോഷമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അനാവശ്യമായ തേയ്മാനം, ഇന്ധന പാഴ്ചെലവൊക്കെ ഘർഷണം മൂലം ഒരു ഘർഷണ ബലം കൊണ്ടുള്ള ദോഷങ്ങളാണ് കേട്ടോ. അടുത്തത്, ഓക്കെ, ഇത് ഓൾറെഡി കണ്ടാണേ. അടുത്തത്, വൃത്തുള്ള പാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണെന്ന് പറഞ്ഞാൽ അഭികേന്ദ്ര ബലം. ഓക്കെ, അഭികേന്ദ്ര ബലം. അടുത്തത്, അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണമാണ് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനം. അല്ലേ, നമുക്കറിയാം ആറ്റത്തിന് ചുറ്റും. ഓക്കെ, ആറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നടുക്ക് എന്താണ്? ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റും എന്തുണ്ട്? ഓർബിറ്റുകളുണ്ട്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അല്ലേ, ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ആ ഓർബിറ്റിൽ കൂടെ കറങ്ങുന്ന
അനങ്ങുന്നത് എന്തിന് ഉദാഹരണമാണ്? അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണമാണ്. അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീതവുമായ ദിശയിൽ അനുഭവപ്പെടുന്നതുമായ ബലമാണെന്ന് പറഞ്ഞാൽ അപകേന്ദ്ര ബലം. ഓക്കെ, അപകേന്ദ്ര ബലം വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വലിക്കുന്നു. അപ്പോൾ എന്താണ് അഭികേന്ദ്ര ബലവും അതുപോലെ എന്താണ് അപകേന്ദ്ര ബലവും രണ്ടും അറിഞ്ഞിരിക്കുക കേട്ടോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും നമ്മൾ പറയാറുണ്ട്. അടുത്തത് ഗുരുത്വാകർഷണമാണ് കേട്ടോ. എന്താണ് ഗുരുത്വാകർഷണം? നമുക്കറിയാം അല്ലേ, നമ്മൾ എന്താണ് എർത്ത് അല്ലെങ്കിൽ ഭൂമി എന്താണ് അതിൻ്റെ സർഫസിലുള്ള അതിൻ്റെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. അതാണെന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണെന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് എന്തെന്ന് പറഞ്ഞാൽ മാസ്. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണെന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ് കേട്ടോ. അപ്പോൾ ഗുരുത്വാകർഷണ ബലം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ്. ഐസക് ന്യൂട്ടൻ്റെയാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കേട്ടോ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതൊക്കെ ആരുടെയാണ്? ഐസക് ന്യൂട്ടൻ്റെ ആണ് കേട്ടോ. ന്യൂട്ടൻ അല്ലേ തലയിൽ ആപ്പിൾ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ, അതാണ് ന്യൂട്ടൻ. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. ഭൂമിയിൽ ചന്ദ്രൻ ഉപയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായി ഉയരുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാൽ വേലിയേറ്റം അല്ലേ. വേലിയേറ്റം നമ്മളോട് ജോഗ്രഫി പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ നമ്മളോട് കാണുന്നതാണ് വേലിയേറ്റം. പിന്നെ ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം. ഓക്കെ, ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0 അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും കുറവ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാണാറുണ്ട്. 0 ആണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളാണ് കേട്ടോ. ധ്രുവ പ്രദേശങ്ങളാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യ രേഖ പ്രദേശങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യ രേഖ പ്രദേശങ്ങളിലാണ്. അടുത്തത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കേട്ടോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ G എന്ന് നമുക്ക് പറയാം. എന്താണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം? G മൂലം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് അതാരാണ്? ആദ്യമായിട്ട് അത് എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 6.67 × 10⁻⁻11 ആണ്. 6.67 × 10⁻⁻11 ആണ് കേട്ടോ. ഇവിടെ 10⁻11 അല്ല, 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ, അതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഒരു വസ്തുവിൻ്റെ ചന്ദ്രനിൽ നിന്ന് അനുഭവപ്പെടുന്ന ഭാരം ഭൂമിയിൽ നിന്ന് വന്ന എത്രയാണ്? 1/6 ഭാഗമായിരിക്കും കേട്ടോ. നമ്മൾ അതിൻ്റെ വെച്ച് കണക്കുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ 1/6 ആയിരിക്കും എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ്? ഹുക്സ് നിയമമാണ് കേട്ടോ. അപ്പോൾ എന്താണ് സ്പ്രിംഗ് ബാലൻസ് പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള അടിസ്ഥാന നിയമം എന്താണ്? ഹുക്സ് നിയമമാണ്. ഗുരുത്വാകർഷണത്തിന്റെ മൂല്യം എത്രയാണ്? 9.8 m/s² ആണ് കേട്ടോ. 9.8 m/s² ആണ് ഗുരുത്വാകർഷണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല കേട്ടോ. അപ്പം ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ എന്തിനെ ആശ്രയിക്കുന്നില്ല? മാസിനെ ആശ്രയിക്കുന്നില്ല. കാരണം മാസ് ഇസ് ഓൾവേസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. മാസ് എന്താണ്? എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം ഒരേപോലെ ആയിരിക്കും. അതിവിടെ ഓർത്ത് വെക്കുക. ഇത് എന്തായിരിക്കും? അതായത് ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. മാസ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഒരു വസ്തുവിൻ്റെ മാസ് ഒരിക്കലും മാറത്തില്ല കേട്ടോ. മാസ് ഒരിക്കലും മാറാറില്ല. അടുത്തത് വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗത്തിലായിരിക്കുമെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ. എന്താണ്? ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് ഒരു വസ്തു, അതായത് നമ്മൾ മറ്റേ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത്
എന്താണ് രണ്ട് വസ്തുക്കൾ എയർ ഇല്ലാതെ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ട്, അതില്ലാതെ രണ്ട് വസ്തുക്കൾ നമ്മൾ, അതായത് ഒരു ഗ്ലാസ് ട്യൂബ് നമ്മളെടുത്തു, അതിനകത്തു നിന്നുള്ള എയർ എല്ലാം നമ്മളെടുത്ത് കളഞ്ഞു. എയർ എല്ലാം എടുത്ത് കളയുമ്പോഴത്തേക്ക് നമ്മൾ എന്നിട്ട് ഒരു കോയിൻ, ഒരു 5 രൂപയുടെ തുട്ടോ അല്ലെ 2 രൂപയുടെ തുട്ടോ നമ്മൾ എടുക്കുന്നു. അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെടുക്കുന്നു, ഒരു തൂവൽ അല്ലെങ്കിൽ ഒരു ഫെദർ എടുക്കുന്നു. ഇത് രണ്ടും എയർ ഒക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കൊന്ന് നമ്മൾ ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, രണ്ടും ഒരേപോലെ ആയിരിക്കും വരുന്നത്. പക്ഷേ എയർ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആരായിരിക്കും ആദ്യം വരുന്നത്, ആ ഒരു 5 രൂപ തൊട്ടായിരിക്കും ആദ്യം വരുന്നത്. പക്ഷേ എയർ ഇല്ലാതെ നമ്മൾ രണ്ട് വസ്തുക്കളും ഒരേപോലെ ഇടുകയാണെങ്കിൽ എന്തായിരിക്കും, രണ്ടും ഒരേപോലെ വരും. അത് കണ്ടെത്തിയത് ആരാണ്, ഗലീലിയോ ആണ്. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 ഫ്രീ ഫോൾ നമ്മൾ പറയും. ഉയരത്തിലേക്ക് പോകും തോറും ജിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഉയരത്തിലേക്ക് കൂടുന്നതും ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ജിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഭാരം മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടതുപോലെ വർത്തിക്കുന്ന ഒരു ബിന്ദുവാണ് ആ വസ്തുവിൻ്റെ ഗുരുത്വ കേന്ദ്രം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, അത് ഓർത്ത് വെക്കുക കേട്ടോ. വസ്തുക്കളുടെ പിണ്ഡം വർദ്ധിക്കുന്നതനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലവും എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നു. അതുപോലെ ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും വസ്തുവിൻ്റെ ഭാരം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അപ്പം മുകളിലേക്ക് പോയാലും ഹൈറ്റിനനുസരിച്ച് അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹൈറ്റിലേക്ക് പോയാലും അല്ലെങ്കിൽ ഡെപ്തിലേക്ക് പറഞ്ഞാലും എന്ത് സംഭവിക്കുന്നു, ഭാരം കുറഞ്ഞു തന്നെ ഇരിക്കുന്നു. അടുത്തത് പാലായന പ്രവേഗം. എന്താണ്, എസ്കേപ്പ് വെലോസിറ്റി, പാലായന പ്രവേഗം. ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണെന്ന് പറഞ്ഞാൽ പാലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി. അതായത് നമുക്ക് എന്താണ്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട മിനിമം ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ. അത് ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയായിരിക്കും, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്യണം, 11.2 കിലോമീറ്റർ എങ്കിലും നമുക്ക് ഒരു സെക്കൻഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എർത്തിൽ നിന്ന് എസ്കേപ്പ് ആകാം കേട്ടോ. അതാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ചന്ദ്രനിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണ്, 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എർത്തിൻ്റെ എപ്പോഴും ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗത്തിൻ്റെ വാല്യൂ എപ്പോഴും മിക്കവാറും ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റിന്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പറ്റണം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗം എത്രയാണ്, സൂര്യനിൽ നിന്നാണ്. എത്രയാണ്, 618 കിലോമീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ്, ഒരു സെക്കൻഡിൽ 618 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിക്കണം. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണ്, ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണ്, വ്യാഴമാണ് കേട്ടോ. അതുപോലെ അടുത്താണെന്ന് പറഞ്ഞാൽ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ എന്താണ് ആ ഒരു സർഫസ് നമ്മുടെ ലിക്വിഡിൻ്റെയൊക്കെ സർഫസ് എന്ത് ചെയ്യുന്നു, ചുരുങ്ങുന്നു അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്ത് നമുക്കൊരു എന്താണ് ഒരു ഇലാസ്റ്റിക് ഫിലിം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫിലിം പോലെ എന്തിനു വേണ്ടിയിട്ടാണ്, ആക്ച്വലി സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇതൊരു വലിച്ചു പിടിച്ച ഒരു ഇലാസ്റ്റിക് മെമ്പറൈനൊക്കെ പോലെ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ആ ഒരു പ്രക്രിയനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ. നമുക്കറിയാം ഈ പാറ്റ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു എന്താണ് വലിച്ചു മുറുക്കി കിടക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അതുപോലെ പിന്നെ ബ്ലേഡ് നമ്മൾ സൂക്ഷ്മമായിട്ട് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്ലേഡൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വെക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു സ്ട്രെച്ചഡ് മെമ്പറൈൻ പോലൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ എന്താണ് സർഫസ് ടെൻഷനാണ് കേട്ടോ. ഒരു ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബലത്തെ എന്തെന്ന് വിളിക്കുന്നു, പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ കേട്ടോ. പ്രതലബലം അല്ലെങ്കിൽ എന്താണ്, സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പ്രാണികൾ എന്താണ് വെള്ളത്തിൻ്റെ ഉപരിതലങ്ങളിൽ മൂവ് ചെയ്യുന്നത്, പിന്നെ ബ്ലേഡ് നമ്മൾ സൂക്ഷ്മമായിട്ട് വെക്കുന്നത്, അതൊക്കെ സർഫസ് ടെൻഷൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. മഴത്തുള്ളികൾ എന്നിവ ഗോളാകൃതിയിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്, പ്രതലബലം കൊണ്ടാണ് കേട്ടോ. കാരണം എന്താണ് നമുക്കറിയാം അല്ലേ, ഇങ്ങനെ അല്ലേ, സ്പെറിക്കൽ സർഫസ് അല്ലേ, സ്പിയറിനാണ് അല്ലെങ്കിൽ സ്പെറിക്കൽ സർഫസിനാണ് എന്ത്, സർഫസ് ഏരിയ കുറവ്. സർഫസ് ഏരിയ കുറവ് ഏത് സർഫസിനാണ്, സ്പിയറിനാണ്. അപ്പം മഴത്തുള്ളികളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സ്പെറിക്കൽ സർഫസ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്, പ്രതലബലം മൂലമാണ്.
അടുത്തത് പ്ലവക്ഷമ ബലമാണ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് ആണ്. എന്താണ് ബോയൻ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വസ്തു എന്താണ് ഒരു ഫ്ലൂയിഡിനകത്ത് നമ്മൾ എന്താണ് ഒന്നുകിൽ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പാർഷ്യലി മുങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ഇതിനൊരു അപ്വേർഡ് ഫോഴ്സ്, അതായത് താഴെ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ. ഒരു ദ്രാവകത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രാവകം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് കേട്ടോ എന്തെന്ന് പറഞ്ഞാൽ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഒരു ദ്രാവകം എന്താണ് മുകളിലേക്ക്, അതായത് താഴെ നിന്ന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പ്ലവക്ഷമ ബലം കൊണ്ടാണ്. ഒരു ദ്രവ്യത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ ഭാരം അത് ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അത് പറയുന്ന ആ പറയുന്നതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അതായത് ആ ഒരു വസ്തുവിൽ, അതായത് ആ ഒരു ഫ്ലൂയിഡിനകത്ത് മുങ്ങിക്കിടക്കുന്ന ആ ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതിൽ നിന്ന് കവിഞ്ഞു പോയിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ദ്രവ്യത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ ഭാരം അത് ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ മുങ്ങാത്തതിന് കാരണം കപ്പൽ ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലായതിനാലാണ് കേട്ടോ. അപ്പോൾ എന്താണ് കപ്പൽ, നമുക്കറിയാം ഇരുമ്പ് കൊണ്ടുള്ള കപ്പൽ എന്താണ് പൊങ്ങിക്കിടക്കുന്നു. ഓക്കെ, പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം ഇതാണ്. പിന്നെ അടുത്താണെന്ന് പറഞ്ഞാൽ ക്യാപ്പിലാരിറ്റി ഇല്ലെങ്കിൽ എന്താണ് കേശികത്വം. ഓക്കെ, ക്യാപ്പിലാരിറ്റി ഇല്ലെങ്കിൽ കേശികത്വം. ക്യാപ്പിലാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു കിഴുത്തയിലൂടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു എന്താണ് ഒരു ട്യൂബിലൂടെയൊക്കെയോ എന്താണ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, പൊങ്ങി വരുന്നു ഇല്ലെങ്കിൽ താഴേക്ക് പോകുന്നു. പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അങ്ങനെ ആ ഒരു എന്താണ് ഒന്നെങ്കിൽ ഒരു റൈസ് അല്ലെങ്കിൽ ഒരു ഫോൾ, ഒന്നെങ്കിൽ എന്താണ് മുകളിലേക്ക് പൊങ്ങി വരുന്നു ഇല്ലെങ്കിൽ താഴേക്ക് പോകുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം. അത് രണ്ട് തരത്തിലുണ്ട്. ക്യാപ്പിലറി റൈസും ഉണ്ട്, ക്യാപ്പിലറി ഫോളും ഉണ്ട്. ക്യാപ്പിലറി റൈസിന് നമ്മൾ പോസിറ്റീവായിട്ടും ക്യാപ്പിലറി ഫോളിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. മുകളിലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ പോസിറ്റീവ് ക്യാപ്പിലറി റൈസ്, അല്ലെങ്കിൽ താഴേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ നെഗറ്റീവാണ്. കേശികത്വം പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഭൂഗുരുത്വത്തിനെതിരെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവ് കാണുന്നതെന്ന് പറഞ്ഞാൽ കേശികത്വം എന്ന് പറഞ്ഞാൽ അത് എന്താണ് റൈസായി പോകുന്നു അല്ലെങ്കിൽ ക്യാപ്പിലറി റൈസ്. വിളക്കുതിരി എണ്ണ വലിച്ചെടുക്കുന്നതിന്, സസ്യങ്ങളിൽ വേരുകൾ ജലം വലിച്ചെടുക്കുന്നതിനും ഒക്കെ അതിനുള്ള കാരണം എന്താണ്? കേശികത്വം മൂലമാണ് കേട്ടോ. അതായത് നമുക്കറിയാം നമ്മൾ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചെടികളിലൊക്കെ നമ്മൾ റൂട്ടിലാണ് വേരുകളിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ. ഈ വേരിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അത് വേരിൽ നിന്നും എന്താണ് ആ ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അതിൻ്റെ കാരണം അല്ലെങ്കിൽ അത് നടക്കാൻ അങ്ങനെയുള്ള കാര്യം എന്തുകൊണ്ടാണ്? കേശികത്വം മൂലമാണ്. ബ്ലാക്ക് ബോർഡ് മഷി ആഗിരണം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചെയ്യുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. നെഗറ്റീവ് കേശിതത്വം പ്രകടിപ്പിക്കുന്ന വസ്തുവാണെന്ന് പറഞ്ഞാൽ മെർക്കുറി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്പിലറി ഫോൾ കേട്ടോ. ക്യാപ്പിലറി ഫോൾ ഇപ്പം നമ്മൾ മെർക്കുറി നമ്മളൊരു ഗ്ലാസ് ട്യൂബിനകത്ത് എടുക്കുകയാണെങ്കിൽ ഇത് പൊങ്ങിപ്പോകുന്നതിന് പകരം എന്താണ് താഴേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അത് എന്തുകൊണ്ടാണ്? ക്യാപ്പിലറി ഫോൾ കൊണ്ടാണ്. അങ്ങനെ കാണിക്കുന്ന ഒരു വസ്തുവാണെന്ന് പറഞ്ഞാൽ മെർക്കുറി എന്ന് പറഞ്ഞാൽ. അടുത്തത് കേശികത്വത്തിന് കാരണമായ ബലങ്ങൾ എന്താണ്? പ്രതലബലം, അദശനൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റും എന്താണ്? പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മർദ്ദം എന്ന് പറയുമ്പോൾ എന്താ? പ്രഷറാണ് അല്ലേ. പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. അപ്പം എന്താണ് മർദ്ദം അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ് എന്ന് പറഞ്ഞാൽ പാസ്കൽ എന്ന് പറഞ്ഞാൽ. സാധാരണ അന്തരീക്ഷ മർദ്ദം അതായത് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സാധാരണ മർദ്ദം എത്രയാണ് വരുന്നത്? 760 mm of Hg ആണ്. Hg എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് കേട്ടോ. 760 mm of Hg ആണ് വരുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ തിളനില മർദ്ദം കൂടുന്നതനുസരിച്ച് കൂടുകയും കുറയുന്നതനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? മർദ്ദത്തിന് കുറവ് സംഭവിക്കുന്നു. ഒരു ജലാശയത്തിൽ ആഴം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? പ്രഷർ കൂടുന്നു അല്ലേ. നമുക്കറിയാം അടിയൊഴുക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഒരു ജലാശയത്തിൽ അതിൻ്റെ ആഴം ഡെപ്ത് കൂടുന്നതനുസരിച്ച് എന്തും കൂടുന്നു? മർദ്ദം കൂടുന്നു. ഓക്കെ,
ഓക്കെ, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ബാരോമീറ്റർ കേട്ടോ. എന്താണ് ബാരോമീറ്റർ? ബാരോമീറ്റർ നമുക്ക് പല ടൈപ്പ് ബാരോമീറ്റർ ഉണ്ട്. അന്തരീക്ഷമർദ്ദം നമ്മൾ അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ. പല ടൈപ്പ് ബാരോമീറ്റർ ഉണ്ട്. സിമ്പിൾ ബാരോമീറ്റർ ഉണ്ട്, അതുപോലെ 14 ബാരോമീറ്റർ ഉണ്ട്, അതുപോലെ അനറോയിഡ് ബാരോമീറ്റർ ഉണ്ട്. പല ടൈപ്പ് ബാരോമീറ്ററുകളുണ്ട്. പാസ്കൽ നിയമം അടുത്താണെന്ന് പറഞ്ഞാൽ പാസ്കൽ. നമ്മൾ ഈ ബാരോമീറ്ററിൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് സിമ്പിൾ ബാരോമീറ്റർ ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്ത് വന്ന ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ടോറിസെല്ലി എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് ടോറിസെല്ലി എന്ന് പറഞ്ഞാൽ കേട്ടോ? ടോറിസെല്ലിയാണ് സിമ്പിൾ ബാരോമീറ്റർ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ അനറോയിഡ് ബാരോമീറ്ററിൽ, പിന്നെ ഈ ഒരു സിമ്പിൾ ബാരോമീറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് കേട്ടോ. മെർക്കുറിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അനറോയിഡ് ബാരോമീറ്റർ നമ്മൾ കൂടുതലായിട്ടും എന്താണ് ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് അളക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പോർട്ടബിൾ ആണ്. അത് കൂടുതലായിട്ട് എയർപ്ലെയിനിലൊക്കെ എത്ര മാത്രം ഉയരത്തിലാണ് പറക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബാരോമീറ്ററാണ് അനറോയിഡ് ബാരോമീറ്റർ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് പാസ്കൽ നിയമം? പാസ്കൽ നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവ്യത്തിൻ്റെ ഒരു സ്ഥലത്ത് പ്രയോഗിക്കുന്ന മർദ്ദം മറ്റെല്ലായിടത്തേക്കും തുല്യമായി വ്യാപിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം നമ്മളൊരു കുഞ്ഞ് ഫോഴ്സ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞൊരു മർദ്ദം നമ്മൾ കൊടുക്കുക. അതെന്ത് സംഭവിക്കുന്നു? അത് എല്ലായിടത്തും ഒരു ഫ്ലൂയിഡ് അവിടെ ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു? ഒരേപോലെ എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. അതാണെന്ന് പറഞ്ഞാൽ പാസ്കൽ നിയമം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടില്ല, നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, അതിൻ്റെ പുറകിലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ നമ്മൾ കണ്ടത്? അതെന്താണ്? പാസ്കൽ നിയമമാണ് കേട്ടോ. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് വേണം. നമ്മൾ 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി കണ്ടായിരുന്നു. അപ്പം അത് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? പാസ്കൽ നിയമം കൊണ്ടിട്ടാണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് സൗരയൂഥവും സവിശേഷതകളും. അപ്പോൾ സൗരയൂഥവും സവിശേഷതകളും ലാസ്റ്റ് ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമുക്ക് അതിനകത്ത് ആദ്യം നമുക്ക് സൗരയൂഥത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സൗരയൂഥത്തിലെ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ISROയുടെ ഭാഗത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ സൗരയൂഥത്തെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്, ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ ഇതിൽ സംഭവിക്കുന്നത് ISRO മേഖലയിൽ സംഭവിക്കുന്ന ഓരോ മിഷൻസുകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പം നമുക്ക് കറൻ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡോക്ടർ വി നാരായണൻ, പുതിയ ISROയുടെ ചെയർമാൻ. ഇത്രനാളും സോമനാഥ് എന്ന് പറയുന്ന ആളായിരുന്നു. ഇപ്പം അത് ആരാണ്? ഈ അടുത്താണല്ലേ, ജനുവരി 14 15 തീയതികളിലെങ്ങാണ്ടാണ് അത് മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇനിയുള്ള PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ് ക്വസ്റ്റ്യനാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. അപ്പം അങ്ങനത്തെ കുറച്ച് കറണ്ട് അഫെയർ റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A ബുധൻ, ഓപ്ഷൻ B ശുക്രൻ, ഓപ്ഷൻ C ചൊവ്വ, ഓപ്ഷൻ D ശനി. അപ്പം കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ A ബുധനാണ് കേട്ടോ. ഓപ്ഷൻ A ബുധനാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞു. ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോകാം കേട്ടോ. അപ്പം ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രഗ്യാനാണ് കേട്ടോ. എന്താണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത് പ്രഗ്യാൻ. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 കേട്ടോ. PSLV C-57 ആണ് ആ ഒരു വിക്ഷേപണ വാഹനം. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 ആണ്. അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണർ റോവറിൻ്റെ പേര്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? പ്രഗ്യാനാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത് കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? നമുക്കറിയാം PSLV C-57. ഇത് എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത്, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്. ഏതാണ്? അഭികേന്ദ്ര ബലമാണ് കേട്ടോ. എന്താണ്? അഭികേന്ദ്ര ബലമാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ അഭികേന്ദ്ര ബലമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ. അടുത്തത്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്, നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യയാണ് അതിനുള്ള ഉത്തരം. അടുത്തത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇത് മുൻപത്തെ ചോദ്യമാണ്. അപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ് ആയിരുന്നു. ഇപ്പം ആരാണ്? ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ കേട്ടോ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. ഓക്കെ, രാകേഷ് ശർമ്മയാണ് ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രാകേഷ് ശർമ്മയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫാക്റ്റുകളാണ്. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച്, അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഗ്രഹങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ബുധൻ, ശുക്രൻ. അപ്പം ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് അതിൻ്റെ ഒരു സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, ഗ്രഹങ്ങളുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹങ്ങളെ എങ്ങനെ ഓർഡർ ആക്കാം? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ 10th പ്രിലിംസിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കണ്ടത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.